ഇന്നത്തെ നമ്മുടെ ലെസൺ മോഡൽ വെർബ് കുഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്ട്രക്ചറാണ് കുഡ് ഹാവ്. കുഡ് ഹാവ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണിത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുഡ് ഹാവ് ഇതിന് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന ഒരർത്ഥത്തിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവന് നല്ല ജോലിയൊക്കെ കിട്ടി, അവന് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഒരു കാറ് സ്വന്തമാക്കാനാകും. He could have a car next year. He could have means he could own. ഇത് സ്വന്തമാക്കാൻ പറ്റും, പക്ഷേ അത് ഒരു പോസിബിലിറ്റിയാണ്. ഒരു ഫ്യൂച്ചറിലെ കാര്യം നമ്മൾ ഒരു പോസിബിളായിട്ടുള്ള കാര്യം, അത് സാധ്യമാകുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്യൂച്ചറിലെ കാര്യം പറയുന്നതാണ്. അതിനാണ് അവിടെ നമുക്ക് കുഡ് ഹാവ് ഉപയോഗിക്കാം. ഇവിടെ ഒരു ആക്ഷൻ ഒന്നും ഇല്ല. ഐ കുഡ് ഹാവ് എ ലാപ്ടോപ്പ് നെക്സ്റ്റ് മന്ത്. എനിക്ക് നെക്സ്റ്റ് മന്ത് ഒരു ലാപ്ടോപ്പ് സ്വന്തമാക്കാനാകും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഐ, യു, വി, ദേ അങ്ങനെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും അതിൻ്റെ ഒപ്പം വെച്ച് നമുക്ക് ഇതുപോലെ കുഡ് ഹാവ് ഉപയോഗിക്കാം. സ്വന്തമാക്കാനാകും എന്ന അർത്ഥത്തിൽ. ഇത് പോസിബിലിറ്റിയാണ്. ഫ്യൂച്ചറിൽ പോസിബിൾ ആകുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ കുഡ് ഹാവ് എന്നതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം ആണെങ്കിൽ കുഡ് നോട്ട് ഹാവ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് കുഡിൻറ്റ് ഹാവ്. കുഡിൻറ്റ് ഹാവ്. ഐ കുഡിൻറ്റ് ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. എനിക്കൊരു കാറൊന്നും സ്വന്തമാക്കാൻ പറ്റില്ല നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും. അങ്ങനെ നെഗറ്റീവ് ഫോമിൽ ഉപയോഗിക്കാം. ഹി കുഡിൻറ്റ് ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. അവന് ഒരു കാറൊന്നും സ്വന്തമാക്കാൻ പറ്റില്ല നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും. അങ്ങനെയും പറയാം. അപ്പോൾ കുഡിൻറ്റ് ഹാവ് ഉപയോഗിച്ചു, നെഗറ്റീവ് ഫോമായി. ഇനി അതല്ല, അതൊരു ഇൻ്ററോഗേറ്റീവ് ഫോം ആണെങ്കിലോ, ഒരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റണമെങ്കിലോ, കുഡ് ഹി ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. അവന് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഒരു കാറ് സ്വന്തമാക്കാനാകുമോ എന്നായി. കുഡ് ഹി ഹാവ്. ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവ് ഫോമിലും ചോദിക്കാം. കുഡിൻറ്റ് ഹി ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. ഒരു കാർ അവൻ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും സ്വന്തമാക്കാനാകില്ലേ എന്നായി. അപ്പോൾ അങ്ങനെ കുഡ് ഹാവിൻ്റെ ഒരു ഉപയോഗം പൊസഷൻ എന്ന മീനിങ്ങിൽ ഉപയോഗിക്കാം. ഇത് ഒരു പോസിബിലിറ്റിയാണ്. നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലെ കാര്യം ചിന്തിക്കുന്നു. വൈ കുഡിൻറ്റ് ഹി ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. അവൻ എന്തുകൊണ്ട് സ്വന്തമാക്കാൻ കഴിയില്ല ഒരു കാറ് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും. അങ്ങനെയും പലതരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫോം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുഡ് ഹാവ് ഇത്തരത്തിൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി കുഡ് ഹാവിൻ്റെ വേറൊരു ഉപയോഗം പാസ്റ്റ് പോസിബിലിറ്റി. അതിനും ഉപയോഗിക്കാം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് ആണ്. V3 ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. കുഡ് ഹാവ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് പാസ്റ്റ് പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു പാസ്റ്റിലൊരു കാര്യം കഴിഞ്ഞുപോയി, പക്ഷേ ആ ഒരു കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റി ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഓ, എനിക്ക് അത് കഴിയുമായിരുന്നു, എനിക്ക് പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത് പോസിബിളായിട്ടൊരു കാര്യമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ആലോചിക്കുകയാണ്, ഓ, എനിക്കവിടെ പോകാൻ കഴിയുമായിരുന്നു, എനിക്ക് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ പങ്കെടുത്തില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ വിസിറ്റ് ചെയ്തില്ല. ഇങ്ങനെ പാസ്റ്റ് പോസിബിലിറ്റി നമുക്ക് കുഡ് ഹാവ് ഉപയോഗിച്ചിട്ട് പറയാം. യു കുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് ഇറ്റ്. നീ അതിനെപ്പറ്റി എന്നോട് നിനക്ക് പറയാൻ കഴിയുമായിരുന്നു, പക്ഷേ നീ പറഞ്ഞില്ല. യു കുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് ഇറ്റ്. ടോൾഡ് എന്നത് ടെൽ എന്ന വേർബിൻ്റെ V3 ഫോമാണ്. യു കുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് ഇറ്റ്. നിനക്ക് എന്നോട് പറയാൻ കഴിയുമായിരുന്നു അതേപ്പറ്റി. He could have waited for me, but he didn't wait. അവന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ അവൻ വെയിറ്റ് ചെയ്തില്ല. വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അപ്പോൾ could have അവിടെയും ഉപയോഗിക്കാം. They could have helped me. അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു, but they didn't help me. അവരെന്നെ ഹെൽപ്പ് ചെയ്തില്ല. They could have
ഹെൽപ്ഡ് മീ. അവർക്ക് കഴിയുമായിരുന്ന ഒരു കാര്യം ചെയ്തില്ല. അപ്പോൾ കുഡ് ഹാവ് ഹെൽപ്ഡ്. ഹെൽപ്ഡ് എന്നത് ഹെൽപ്പ് എന്ന വേർബിൻ്റെ V3 ഫോം. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം കുഡ് നോട്ട് ഹാവ്. കുഡിൻറ്റ് ഹാവ് എന്ന് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് പറയാം. ഷീ കുഡിൻറ്റ് ഹാവ് കം ഹിയർ ബിക്കോസ് ഷി വാസ് വെരി വീക്ക്. അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. കുഡിൻറ്റ് ഹാവ് കം. കം എന്നത് കം എന്ന വേർബിൻ്റെ V3 ഫോമാണ്. കം, കെയിം, കം. അപ്പോൾ അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. അവൾക്ക് സുഖമില്ലായിരുന്നു. അവൾ വളരെ വീക്കായിരുന്നു. ഷീ കുഡിൻറ്റ് ഹാവ് കം ഹിയർ ബിക്കോസ് ഷി വാസ് നോട്ട് വെൽ. അവൾക്ക് സുഖമില്ലായിരുന്നു. ഷീ കുഡിൻറ്റ് ഹാവ് കം ഹിയർ ബിക്കോസ് ഷി വാസ് നോട്ട് വെൽ. കുഡിൻറ്റ് ഹാവ് കം. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ ഹൗസ് ബട്ട് ഹി ഡിഡിൻറ്റ് ബൈ. അവന് ഒരു പുതിയ വീട് വാങ്ങാൻ കഴിയുമായിരുന്നു, പക്ഷെ അവൻ വാങ്ങിയില്ല. അപ്പോൾ കുഡ് ഹാവ് എന്ന പോസിറ്റീവ് ഫോമിലും കുഡിൻറ്റ് ഹാവ് എന്ന നെഗറ്റീവ് ഫോമിലും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഹി കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഹി കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഇവിടെ എന്താ മീനിങ്? ഒരു ഡോക്ടറാകാൻ അവന് കഴിയുമായിരുന്നു. അപ്പോൾ അവൻ വേറെ കാര്യം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ട് തന്നെ അവനത് ചെയ്തില്ല. പക്ഷെ അവന് വേണമെങ്കിൽ കഴിയുമായിരുന്നു. ഹി കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. അവനൊരു ഡോക്ടറായി തീരാൻ കഴിയുമായിരുന്നു. ഇവിടെ ബീൻ, കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ബീനാണ് ഉപയോഗിച്ചത്. അത് ബി എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. കാരണം ഡോക്ടറായി തീരുക എന്നത് ഒരു ആക്ഷൻ അല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബിയുടെ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വേറൊരു എക്സാമ്പിൾ, യു കുഡ് ഹാവ് ബീൻ കൈൻഡ് ടു ഹെർ. നിനക്ക് അവളോട് കുറച്ചുകൂടി ദയ ഉള്ള ആളാകാമായിരുന്നു, ആകാൻ കഴിയുമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. ഇവിടെയും പാസ്റ്റിൽ കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റിയാണ്. പലപ്പോഴും അത് ഒരു റിഗ്രറ്റ് ആയിരിക്കാം. നമുക്കൊരു പശ്ചാത്തപിക്കുമ്പോഴൊക്കെ നമുക്കങ്ങനെ പറയാം. അതല്ലെങ്കിൽ വേറൊരാളുടെ ഒരു ക്രിറ്റിസിസം, അയാൾ ചെയ്തത് ശരിയായില്ല എന്നർത്ഥത്തിൽ പറയാം. കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കേണ്ട കാര്യം കുഡ് ഹാവ് എന്നാ പറയേണ്ട കാര്യമുള്ളൂ. കുഡ് ഹാവ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്ന് മനസ്സിലായില്ലേ?